നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒരു വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നും രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ രാഷ്ട്രീയ തലത്തിലൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. സംസ്ഥാനത്ത് ആരോഗ്യ മേഖല തകർച്ചയിലാണ് എന്ന് പ്രതിപക്ഷം വാദിക്കുന്നുണ്ട്. ഇന്ന് നിയമസഭ ചേരുന്നുണ്ട്, അവിടെയൊക്കെ പ്രതിഷേധം ഉണ്ടാകും. മറ്റൊരു പ്രധാന ഒരു വിഷയം, ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാളാണ്. ആശംസകളൊക്കെ നേരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപനത്തിലും മരണങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ആയുധമാക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കും. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാരുടെ സത്യഗ്രഹം തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളിൽ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മുടങ്ങിയെന്ന കാർഡിയോളജി വിഭാഗം മേധാവിയുടെ കത്ത് ആശുപത്രി സൂപ്രണ്ടിന്. തുടർ നീക്കവുമായി ആരോഗ്യവകുപ്പ് കരാറുകാരുമായി ചർച്ച തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം പിറന്നാൾ. 2 ആഴ്ച നീളുന്ന വിപുലമായ ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരും BJPയും. ആശംസകൾ നേർന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പിന്തുണയ്ക്ക് നന്ദിയെന്നും ചെയ്യുന്നത് ഗംഭീരമായ ജോലിയെന്നും ട്രംപിന്റെ ആശംസ. പ്രധാനമന്ത്രിക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മ അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേരുന്നു. എല്ലാ രംഗത്തും മുന്നോട്ട് കുതിക്കുന്ന വികസിത ഭാരതം പടുത്തുയർത്തുന്നതിലും ഭാരതത്തിന്റെ യശസ് ലോകമെങ്ങും ഉയർത്തുന്നതിലും ശ്രീ മോദിജി വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച്. സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ഹർജിക്കാർ. തള്ളണമെന്ന് സർക്കാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തടസ്സ ഹർജിയും പരിഗണനയ്ക്ക്. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ചിന്നക്കനാൽ പവർ ഹൗസ് റോഡിന് ശാപമോക്ഷമില്ല. കാൽനട യാത്ര പോലും കഴിയാത്ത വിധം തകർന്ന ദേശീയപാതയിൽ ചിന്നക്കനാലിലേക്ക് തുടങ്ങുന്ന 2 കിലോമീറ്റർ റോഡ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ UAE-ക്കെതിരെ. മാച്ച് നിയന്ത്രിക്കുന്നത് ഇന്ത്യ പാക് മത്സരത്തിനിടെ ഹസ്തദാന വിവാദത്തിൽപ്പെട്ട മാച്ച് റഫറി ആൻഡി പ്രൈക്രോഫ്റ്റ്. വാർത്തകൾ വിശദമായി. ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ആയുധമാക്കാൻ തയ്യാറായി പ്രതിപക്ഷം. ഇന്ന് നിയമസഭയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപനവും ഉയരുന്ന മരണനിരക്കും അടിയന്തര പ്രമേയമായി കൊണ്ടുവരും. കണക്കുകൾ ആരോഗ്യവകുപ്പ് കൃത്യമായി പുറത്തുവിടണമെന്നും ആവശ്യമുയർത്തും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിറ്റ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ്. കണക്കുകൾ കൃത്യമായി പുറത്തുവിടുന്നില്ല എന്നാണ്. മരണനിരക്കുകൾ പോലും വ്യക്തതയില്ല, അത് ഒളിച്ചു വയ്ക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഏത് തരത്തിലുള്ളൊരു പ്രതിഷേധത്തിനാണ് സാധ്യത? സർക്കാരിൻ്റെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? രാജേഷ്, തീർച്ചയായും ഇന്ന് സഭയുടെ 2ാം ദിനമാകുമ്പോഴേക്കും പ്രധാനമായും സർക്കാരിനെതിരെ ഏറ്റവും പ്രതിരോധത്തിലായ സർക്കാരിന്റെ വിഷയങ്ങൾ ഓരോന്നാണ് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുന്നത്. ആദ്യ ദിനത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരായ, അതായത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയും പോലീസിന്റെ വീഴ്ചയുമാണ് ആദ്യ ദിനത്തിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് 2ാം ദിനത്തിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത് സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ മറ്റൊരു വിഷയം തന്നെയാണ്. അതായത് ആരോഗ്യ വകുപ്പിലെ സിസ്റ്റത്തിന്റെ തകരാറും ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയും തന്നെയാണ് ഇന്ന് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം അത് ചോദ്യോത്തരവേളയിൽ ഈ സിസ്റ്റത്തിന്റെ തകരാറൊക്കെ ഈ വിഷയം ആദ്യ വിഷയമായി അവതരിപ്പിച്ചുവെങ്കിലും, അതായത് ചോദ്യോത്തരവേളയിൽ അവതരിപ്പിച്ചുവെങ്കിലും അതിനുള്ള മറുപടി പറയവേ പ്രതിപക്ഷ നേതാവും ആരോഗ്യമന്ത്രിയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദമാണ്, കടുത്തൊരു വാക്കുതർക്കവും വാഗ്വാദവും നമ്മൾ സഭയിൽ കാണാനിടയായി. അത് ചോദ്യോത്തരവേളയിലായിരുന്നുവെങ്കിൽ ഇത്തവണ അതേ വിഷയം ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ഇത്തവണ അടിയന്തര പ്രമേയമായാണ് സഭ ഇന്ന് കൊണ്ടുവരുന്നത്. അത് അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് വലിയ രീതിയിൽ വ്യാപിക്കുന്നു. അതിന്റെ വ്യാപനം തടയാനോ അതിന്റെ കൃത്യമായ സ്രോതസ് കണ്ടെത്താനോ ഒന്നും, കാരണം ഇത്രയേറെ കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്നിട്ട് പോലും ആരോഗ്യവകുപ്പിന് അവിടെ വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിഷയം ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ വ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞില്ല. മാത്രവുമല്ല, കൃത്യമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ
കണക്കുകൾ പ്രകാരം ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 19 പേർ മരിച്ചുവെന്നാണ്. നേരത്തെ 17 പേരായിരുന്നു. ഇന്നലെ 2 മരണം കൂടി ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. അങ്ങനെ 19 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക രേഖകളിൽ പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എത്ര മരണമുണ്ട്, കാരണം ഈ മരണങ്ങളെല്ലാം തന്നെ പനി ബാധിച്ച് മരിക്കുന്നതിലെല്ലാം തന്നെ എത്ര പേരാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് മരിച്ചതെന്നത് കണ്ടെത്താനുള്ളത്. അതൊരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ആ കാലതാമസം എടുക്കുന്നു. അതുകൊണ്ടാണ് ഈ കൃത്യമായ ഒരു കണക്ക് രേഖപ്പെടുത്താൻ കഴിയാത്തത്. അത് സ്ഥിരീകരിച്ചാൽ മാത്രമേ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ എന്ന് ആരോഗ്യവകുപ്പ് വാദിക്കുന്നു. ക്ഷമിക്കണം. അപ്പോഴും ഈ രോഗവ്യാപനം എന്ന് പറയുന്നത് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഈ രോഗം ബാധിച്ച 66 പേരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പാലക്കാട് ഒരു 29 വയസ്സുകാരനും ഈ രോഗം ബാധിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ രോഗം ബാധിച്ചവരുടെ മരണനിരക്കും ആശങ്കപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം രോഗബാധിതരുടെ എണ്ണം വലിയ രീതിയിലാണ് സംസ്ഥാനത്ത് ഏറെക്കുറെ എല്ലാ ജില്ലകളും. തിരുവനന്തപുരത്ത് പോലും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നമുക്ക് അനൌദ്യോഗികം അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു 12 പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട് എന്നാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ രീതിയിൽ രോഗികളുടെ എണ്ണം ഉയരുമ്പോൾ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നത് കൃത്യമായി കണ്ടെത്താനൊന്നും ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല. അത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഈ വിഷയം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത്. തീർച്ചയായും അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊരു വിഷയത്തിൽ ഉയർത്തിയാകും അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതെങ്കിലും ആ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ ഉറപ്പായും ആരോഗ്യവകുപ്പിലെ എല്ലാ വീഴ്ചകളും ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ തകരാർ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്. പല ഉപകരണങ്ങളും രോഗിയിൽ നിന്ന് പൈസ വാങ്ങേണ്ട ഒരു സാഹചര്യം, ഇതടക്കം ആരോഗ്യവകുപ്പ് തല കുനിച്ചു നിൽക്കേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ അടിയന്തര പ്രമേയ വിഷയത്തിന്റെ ഭാഗമായി തന്നെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ഇതിനൊക്കെ തന്നെയും ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിൽ ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഉപകരണക്ഷാമത്തിലെ കണക്കുകൾ നിരത്തി ആരോഗ്യമന്ത്രി UDF സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ ഉപകരണങ്ങളുടെയും ഇടത് സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ ഉപകരണങ്ങളുടെയൊക്കെ കണക്കുകൾ നിരത്തിയത് നേരിട്ടുവെങ്കിലും പക്ഷേ അടിയന്തര പ്രമേയമായി വരുമ്പോൾ വളരെ നീണ്ട ചർച്ചയായിരിക്കും. അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകും. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള കണക്കുകൾ നിരത്തി പ്രതിപക്ഷം നേരിടുമ്പോൾ അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ കണക്കുകൾ സർക്കാരിന് മുന്നിലുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ ആരോഗ്യവകുപ്പ് തന്നെ പുറത്തിട്ട് വിട്ട കണക്കുകളാണ്. ഓരോ ദിവസവും അതിന്റെ മരണനിരക്കും രോഗവ്യാപനവും തുടരുമ്പോൾ അതിതീവ്രമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പിന് ഇവിടെ ഒരു ഉറവിടം കണ്ടെത്താനോ ഇതിലൊരു തടയിടാനോ കഴിയാത്തത്? അതേസമയം ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും മറ്റ് മുൻകരുതലുകളും ഒക്കെ നൽകുന്നുണ്ടെങ്കിൽ പോലും ഒരു കൃത്യമായ പ്രതിവിധി കണ്ടെത്താൻ ഇപ്പോഴും കഴിയുന്നില്ല. ആരോഗ്യവകുപ്പിന് ആ വീഴ്ചയും ആ പരാജയവും ചൂണ്ടിക്കാട്ടി തന്നെയാകും ഇന്ന് ഈ വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരിക. അൻഫിൽറ്റ്, ഈ ഹാരിസ് ചിറക്കൽ എഫക്റ്റ് വന്നു തുടങ്ങിയെന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ കഴിയും. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളിൽ പ്രതിസന്ധി തുടരുകയാണല്ലോ. ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മുടങ്ങിയെന്ന കാർഡിയോളജി വിഭാഗം മേധാവിയുടെ കത്ത് ആശുപത്രി സൂപ്രണ്ട് ലഭിച്ചതിന് പിന്നാലെ തുടർ നീക്കവുമായി ആരോഗ്യവകുപ്പും രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ. തീർച്ചയായും രാജേഷ്, അതേ വിഷയം തന്നെയാണ് ഇന്ന് കാരണം കഴിഞ്ഞ ദിവസം ഏറെക്കുറെ ഉച്ചയോടുകൂടിയാണ് ആരോഗ്യ വകുപ്പിൽ മറ്റൊരു പ്രതിസന്ധിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ, അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. ഹാരിസ് ചിറക്കൽ എന്താണോ നേരത്തെ പറഞ്ഞിരുന്നത് അതേ രീതിയിൽ സമാനമായ രീതിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന്, അതായത് ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുന്നുവെന്നും ഉപകരണങ്ങളിൽ നല്ല രീതിയിൽ ക്ഷാമമുണ്ട് എന്നും കാട്ടി കാർഡിയോളജി വിഭാഗം മേധാവി ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഇന്നലെ കാർഡിയോളജി വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ട് കത്ത് നൽകി. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. അതായത് നിലവിൽ ശസ്ത്രക്രിയകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുടങ്ങിയിട്ടില്ല. പക്ഷേ കാർഡിയോളജി ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്. സ്റ്റെന്റിന് ക്ഷാമമില്ല, പക്ഷെ അനുബന്ധ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ട്. ആ ക്ഷാമം അടിയന്തരമായി പരിഹരിക്കണം. അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ, നിലവിൽ ഇപ്പോൾ ശസ്ത്രക്രിയ മുടങ്ങുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ, അതായത് എത്രയും വേഗം തന്നെ ഇത് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ശസ്ത്രക്രിയ മുടങ്ങും. ഉപകരണങ്ങളുടെ ക്ഷാമത്തെ തുടർന്ന് ശസ്ത്രക്രിയ, അതും ഹൃദയ ശസ്ത്രക്രിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കത്തുകൾ മുടങ്ങും എന്ന മുന്നറിയിപ്പ് വകുപ്പ് മേധാവി ആശുപത്രി സൂപ്രണ്ടിന് നൽകി. അത് രേഖാമൂലം കത്ത് മുഖേനയാണ് നൽകിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് വളരെ തകൃതിയായി ഇത് പരിഹരിക്കാനുള്ള നീക്കം നടത്തുവാൻ. അതായത് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് കോടികളുടെ കുടിശ്ശികയാണ് നൽകാനുള്ളത്. സംസ്ഥാനത്തെ 21 സർക്കാർ ആശുപത്രികളിൽ നിന്നായി 158 കോടി രൂപ ഇപ്പോഴും വിതരണക്കാർക്ക്, കരാറുകാർക്ക് ആരോഗ്യവകുപ്പ് കൊടുക്കാനുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം നോക്കുകയാണെങ്കിൽ 29 കോടി രൂപയാണ് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെയും ഇപ്പോൾ
അടിയന്തരമായി ഈ ഇപ്പോൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്, പ്രധാന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ഒരു മുന്നറിയിപ്പ് ഈ വിതരണക്കാരുടെ ഭാഗത്തു നിന്നുണ്ട്. എല്ലാ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഉണ്ട്. ഇതുകൊണ്ടാണ് ഇത് ഈ കാർഡിയോളജി വിഭാഗം മേധാവി അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് നിയമസഭ ചേരുന്ന സമയമാണ്, ആരോഗ്യവകുപ്പ് വലിയ രീതിയിൽ തന്നെ വീഴ്ചയിലായിരിക്കുന്നു. ആരോഗ്യവകുപ്പിനെതിരായ വീഴ്ചകളൊക്കെ തന്നെയും പ്രതിപക്ഷം വലിയ രീതിയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള ശ്രദ്ധ പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഒരു ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് അടിയന്തരമായി ഇടപെടൽ വകുപ്പ് നടത്തുന്നത്. ഈ വിതരണക്കാരുമായും കരാറുകാരുമായും ആരോഗ്യവകുപ്പ് അടിയന്തരമായി ചർച്ചകൾ നടത്തി വരികയാണ്. ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് മുടങ്ങാൻ പാടില്ല. കുടിശ്ശിക നൽകുന്ന വിഷയം അടിയന്തരമായി പരിഹരിക്കും. ആ കുടിശ്ശിക വിതരണം ഏതൊക്കെ ഘട്ടങ്ങൾ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി നൽകുന്നത് അടക്കമുള്ള ചർച്ചകളാണ് ഈ കത്ത് ലഭിച്ച ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ വിതരണക്കാരുമായി ചർച്ച ചെയ്ത് വിഷയം അവരുടെ തർക്കം, അതായത് കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിച്ച് ഇത് മുടങ്ങാതെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം ഒരുവിധം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അടിയന്തര നടപടികളാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗമായി. മറ്റൊരു പ്രധാന കാര്യം, ഇന്ന് നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രതിപക്ഷത്തിന് നല്ല പണിയുണ്ട്. ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക, ഈ ആരോഗ്യ മേഖലയിലെ തകർച്ച. രണ്ടാമത്തെ വിഷയം, ഈ കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ സഭയിൽ ഒരു പ്രത്യേക ചർച്ചയൊക്കെ നടക്കുകയുണ്ടായി. അതിൽ ഇപ്പോഴും വ്യക്തമായ നിലപാട് മുഖ്യമന്ത്രിയോ സർക്കാരോ വ്യക്തമാക്കിയിട്ടില്ല. സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ് സർക്കാർ തലത്തിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം സത്യാഗ്രഹം നടത്തുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇനി അടുത്ത നിലപാട്? തീർച്ചയായും രാജേഷ്, ഇപ്പോഴും 2 MLA-മാർ ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ചതാണ് സത്യാഗ്രഹം. അതായത് സഭാ കവാടത്തിനുള്ളിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് 2 MLA AK അഷ്റഫും സനീഷ് കുമാർ ജോസഫും സത്യാഗ്രഹം ഇരിക്കുകയാണ്. ഈ സത്യാഗ്രഹം ഇരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം ഇന്നലെ ഈ വിഷയം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത്, മുഖ്യമന്ത്രി കണക്കുകളൊക്കെ വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നു. അപ്പോഴും പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത് ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി തന്നെ എടുക്കണം. ആ നടപടിക്ക് പുറത്തേക്ക് മറ്റൊന്ന് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഈ പോലീസുകാരെ പിരിച്ചുവിടുന്ന നടപടി എടുക്കുന്നത് വരെയും ഈ സത്യാഗ്രഹം, നിരാഹാരമല്ല സത്യാഗ്രഹം, അനിശ്ചിതകാല സത്യാഗ്രഹം ഈ പ്രതിപക്ഷ MLA-മാർ സഭാ കവാടത്തിൽ തുടരും. ഇത് സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിക്കുമെന്ന് വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. മാത്രവുമല്ല, അതിന്റെ ഒരു സൂചന എന്ന നിലയിലാണ് പ്രതിപക്ഷ MLA-മാർ ഇപ്പോൾ അവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, അത് ഈ സഭയ്ക്ക് ഈ വിഷയം ഇവരെ സസ്പെൻഡ് ചെയ്ത ആ സമയം മുതൽ തന്നെയും പ്രതിപക്ഷം വളരെ ശക്തമായി ഉന്നയിച്ചൊരു ആവശ്യമാണ്. എന്നാൽ മുഖ്യമന്ത്രിയാകട്ടെ ഇതൊരു തുടർ നടപടി എടുക്കുമെന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവർ എന്താണോ കുറ്റകൃത്യം ചെയ്തത് ആ കുറ്റകൃത്യത്തിന്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും ശിക്ഷാ നടപടികൾ. കാരണം സർവീസിൽ നിന്ന് 144 ഉദ്യോഗസ്ഥരെ ഈ ഒരു 9 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടതിന്റെ കണക്കുകളൊക്കെ ഉയർത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാദിച്ചത്. പക്ഷെ അത്രയും കാഠിന്യമായ ഒരു കുറ്റകൃത്യമല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്, ഈ പോലീസുകാരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന രീതിയിലാണ് ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നില്ല എന്നും പരോക്ഷമായി വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുകയാണ്. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹൈക്കോടതിയിലെ ഹർജിക്കാരായ VC അജികുമാർ, അജീഷ് ഗോപി എന്നിവർക്ക് പുറമെ തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ PS മഹേന്ദ്രകുമാറുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കോടതി ആദ്യം പറഞ്ഞത് ഈ അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകാമെന്നാണ്. ഇപ്പോൾ അതിനെതിരെ ഒരു ഹർജി വന്നിരിക്കുന്നതിന് പിന്നിൽ അവർ വാദിക്കുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ്. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ്? CPM തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ നേതൃത്വം കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇത് രാഷ്ട്രീയമായ ഒരു സംഗമമാണെന്ന് ആരോപിക്കുന്നത്? രാജേഷ്, ഹൈക്കോടതിയിൽ ഉന്നയിച്ച അതേ വാദം തന്നെയാണ് ഈ കക്ഷികൾ സുപ്രീം കോടതിക്ക് മുന്നിലേക്കും വെച്ചിട്ടുള്ളത്. അതായത് ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പ്രധാനമായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂടെ നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നീക്കം ആ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നടക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ നീക്കമായി മാത്രം കാണരുത് എന്നുള്ളതാണ് ഹർജിക്കാർ വ്യക്തമാക്കുന്നത്. കാരണം അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, മാത്രമല്ല സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിലും ഈ ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്.
പക്ഷേ ഹൈക്കോടതി അക്കാര്യത്തിൽ നിലപാടെടുത്തത് ഈ അയ്യപ്പ സംഗമം നടക്കട്ടെ എന്നുള്ളതാണ്. ഈ മാസം 20-നാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. അതുകൊണ്ട് അതിൽ ഇപ്പോൾ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും ഹൈക്കോടതി പറഞ്ഞത്. മാത്രമല്ല, അതിൽ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും ഓഡിറ്റ് ചെയ്ത് കൃത്യമായി ഹാജരാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ശബരിമലയുടെ പവിത്രത കളങ്കപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ നിർണായകമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. ദേവസ്വം ബോർഡിന് ആശ്വാസകരമാകുന്ന വിധിയാണ് ഹൈക്കോടതിയോട്. ഇതിനെ തുടർന്നാണ് ഈ നേരത്തെ നൽകിയ ഹർജിക്കാർ 2 പേർ, അതിന് പുറമെ തിരുവനന്തപുരം സ്വദേശി കൂടി സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ഈ ഹർജിയാണ് ഇന്ന് 2-അംഗ ബെഞ്ച് പരിഗണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് തടയണം എന്ന തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിലേക്ക് ഏത് തരത്തിൽ സുപ്രീം കോടതി പോകും എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് ഇക്കാര്യങ്ങൾ വിശദമായി പരിഗണിച്ച് തന്നെ പരിശോധിച്ചാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത്. അതുകൊണ്ട് ഇനി അതിൻ്റെ അകത്തൊരു ഇടപെടലിന്റെ ആവശ്യമില്ല. മാത്രമല്ല, എല്ലാം സുതാര്യമാണെന്ന് ഉറപ്പാക്കുന്നുണ്ട്. അത് ഉറപ്പാക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ വേണമെങ്കിലും ഇക്കാര്യങ്ങൾ ഉറപ്പ് നൽകാം എന്നുള്ളതായിരിക്കും ദേവസ്വം ബോർഡ് സ്വീകരിക്കുക. അതേസമയം തന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഈ അയ്യപ്പ സംഗമത്തിനപ്പുറത്തേക്ക് ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ, ഒപ്പം തന്നെ മറ്റ് നാമജപ ഘോഷയാത്രയൊക്കെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടടക്കം തന്നെ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ കേസുകളിൽ മേൽ ഒരു നടപടിയും മുന്നോട്ട് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ അത് പിൻവലിക്കുന്നതിനാവശ്യമായ സമീപനം സ്വീകരിക്കുകയും അയ്യപ്പ ഭക്തന്മാർക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന സമീപനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം നടപടി അത് ഇത്തരം നീക്കങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഹർജിക്കാരുടെ വാദം. രാജേഷ്. കെ പ്രശാന്താണ് ഡൽഹിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ചത്. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ ആളുകളെ എത്തിക്കാൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് നിർദ്ദേശം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ 5 AC-മാർക്കാണ് നിർദ്ദേശം നൽകിയത്. ഓരോ AC-മാരും 50 പേരെ പങ്കെടുപ്പിക്കുന്ന ആളുകളെ ബസ് ബുക്ക് ചെയ്ത് അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്ന 20-ാം തീയതി പമ്പയിൽ എത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും 250 പേരെ പങ്കെടുപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ദേവസ്വം AC പറയുന്ന ശബ്ദ സന്ദേശം അമൃത ന്യൂസിന് ലഭിച്ചു. ഇന്ന് രാവിലെ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കി നൽകാൻ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതാണ് സന്ദേശം. ബോർഡിനെ മോശമാക്കാൻ പറ്റില്ലെന്നും സന്ദേശത്തിൽ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പമ്പയിൽ വെച്ച് നടക്കുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാ ഓഫീസർമാരും കൃത്യസമയത്ത് തന്നെ കയറണം. ബോർഡും അതിൽ ഉണ്ടാവും. പങ്കെടുക്കുന്ന ആളുകളുടെ വിവരവും കൂടി അന്നേരത്ത് പറയുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. നാളെ രാവിലെ തന്നെ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് അയക്കാനുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾ തയ്യാറാക്കണം. 20-ാം തീയതി രാവിലെ 8 മണിക്കാണ് പമ്പയിൽ എത്തിച്ചേരേണ്ടത്. അപ്പോൾ രാത്രിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും. നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്യണം. വണ്ടിയുടെ നമ്പർ അടക്കം നമ്മൾ കൊടുക്കണം. എന്നാലും മാത്രമേ വണ്ടി അങ്ങോട്ടേക്ക് കയറ്റി വിടുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ബോർഡ് ഇടപെട്ടിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ ഇതിൽ 250 പേരെ ഇവിടുന്ന് സംഘടിപ്പിക്കാമെന്ന് ബോർഡ് ഏറ്റിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ബോർഡിനെ മോശമാക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയണം. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കിരൺ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. കിരൺ, ഈ ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമാണ്, ഇതൊരു ഔദ്യോഗികമായ ഒരു നിർദ്ദേശമായി തന്നെ ഇതിനെ കാണാൻ കഴിയുമോ? ഏത് സാഹചര്യത്തിലാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത്? രാജേഷ്, ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ളൊരു യോഗം ഈ ദേവസ്വം ബോർഡിന്റെ AC-മാരുടെ ഇടയിൽ നടന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 5 AC-മാരാണ് ഉള്ളത്. ഈ 5 AC-മാരിലും തമ്മിലുള്ള യോഗം ഇന്നലെ നടന്നിരുന്നു. ഈ യോഗത്തിലായിരുന്നു ഈ ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഒരു AC അവരുടെ ഭാഗത്തു നിന്നും 50 പേരെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനായിട്ട് എത്തിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ബസ് ബുക്ക് ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ AC-മാർ പൂർത്തിയാക്കണം. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു ഓൺലൈനായിട്ട് ഈ യോഗം ചേർന്നിരുന്നത്. ഈ യോഗത്തിന് ശേഷം ഇത്തരത്തിലുള്ള 5 AC-മാരിൽ ഒരാൾ നൽകിയിട്ടുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇവരുടെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശമായിരുന്നു. ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ്
250 പേരെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് പങ്കെടുപ്പിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ AC വ്യക്തമാക്കുന്നത്. നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആശുപത്രിയിലാണ്, അദ്ദേഹം ചികിത്സാർത്ഥം ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ബോർഡ് അംഗങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് അജയൻ, സുരേഷ് ബാബു, സെക്രട്ടറി ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഓൺലൈൻ യോഗം ചേർന്നിരുന്നത്. ഈ യോഗത്തിന് ശേഷം ഇന്ന് രാവിലെ ഈ പങ്കെടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ആളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി അത് ദേവസ്വം ബോർഡ് അവര് തന്നെ സ്വന്തം നിലയിൽ ഭക്തരെ കണ്ടെത്തി പമ്പയിലേക്ക് എത്തിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഇവരുടെ യാത്രാ ചിലവ് അടക്കമുള്ള കാര്യങ്ങളും അതാത് ദേവസ്വം യൂണിറ്റുകൾ വഹിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഏതായാലും നൽകിയിട്ടുണ്ട്. കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ചാൾസ് രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് 2 ദിവസത്തെ UK സന്ദർശനത്തിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പത്നി മെലാനി ബ്രിട്ടനിലെത്തി. ഇന്ന് വിൻസർ കാസ്റ്റലിൽ ചാൾസ് രാജാവും രാജ്ഞി കമലയുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ചർച്ച നടത്തും. ട്രംപിൻ്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധങ്ങളും അരങ്ങേറും. എയർഫോഴ്സ് 1 സ്റ്റാൻഡേർഡ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ട്രംപിനെ UKയിലെ US അംബാസഡർ വാരൻ സ്റ്റീഫൻസും രാജാവിൻ്റെ ലോർഡ് ഇൻ വെയിറ്റിംഗ് വിസ്കൗണ്ട് ഹെൻറി ഹുഡും ചേർന്ന് സ്വീകരിച്ചു. എഴുപത്തിയഞ്ചാം ജന്മദിന നിറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1950 ഗുജറാത്തിലെ വഡ്നഗറിലാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ജനിച്ചത്. ജനകീയ പദ്ധതികളിലൂടെ നാടിൻ്റെ മുഖം മാറ്റിയ പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേരുകയാണ് നാട്. വിപുലമായ പരിപാടികളാണ് മോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP നടത്തുന്നത്. ഗുജറാത്തിന്റെ പുത്രനെന്ന നാടിന്റെ നായകനും ലോകത്തിന്റെ നേതാവുമാണ്. 75-ാം വയസ്സിലും രാഷ്ട്രീയ തീഷ്ണതയുടെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് മോദി. 1950 സെപ്റ്റംബർ 17-ന് ഗുജറാത്തിലെ വഡ്നഗറിലാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ജനിച്ചത്. മോദി ഇന്ന് ഒരു വലിയ ബ്രാൻഡായി മാറിയിരിക്കുന്നു. എട്ടാം വയസ്സിൽ RSSൽ പ്രവർത്തനം തുടങ്ങിയ മോദി 1971-ൽ സംഘത്തിന്റെ മുഴുവൻ സമയ പ്രചാരകനായി മാറി. RSSന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തനം BJPയിലേക്ക് മാറ്റി. 98-ൽ പാർട്ടി ജനറൽ സെക്രട്ടറി. 2001-ൽ ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിലെത്തി. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് എത്തിയ നരേന്ദ്രമോദിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 2014 വരെ ഗുജറാത്തിന്റെ ഭരണം നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ കയ്യിൽ ഭദ്രം. അതിനിടയിലുണ്ടായ വിവാദങ്ങളും കോടതി വ്യവഹാരങ്ങളുമൊന്നും മോദി എന്ന നേതാവിന്റെ മുന്നോട്ടു പോക്കിന് തടസ്സമായില്ല. ഗുജറാത്തിന്റെ വികസനത്തിനായി മോദി മുന്നോട്ട് വെച്ച ആശയങ്ങളും നിലപാടുകളും രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പല സംസ്ഥാനങ്ങളും ഗുജറാത്തിലെ വികസന നയങ്ങൾ മാതൃകയാക്കി. 2014-ൽ മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. പിന്നീട് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ രാജ്യത്തിന് ലോകത്തിന് മുൻപിൽ വലിയ സ്ഥാനം നേടിക്കൊടുത്തു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ ശബ്ദമായി പ്രധാനമന്ത്രി മാറി. അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നരേന്ദ്രമോദിയുടെ വാക്കുകൾ അംഗീകരിച്ചു. അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി. അടിസ്ഥാന വികസനത്തിലും സാമ്പത്തിക പദ്ധതികളിലുമൂന്നിയാണ് നരേന്ദ്രമോദിയുടെ മുന്നോട്ടു പോക്ക്. അതുകൊണ്ട് തന്നെ സാധാരണ ജനവിഭാഗങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി മോദി മാറി. മോദിക്ക് പകരം വെക്കാൻ ഒരു നേതാവില്ലാതെ പ്രതിപക്ഷം ഒപ്പമെത്താൻ പാടുപെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPക്ക് അധികാരത്തിലേക്ക് എത്താൻ വഴി തുറന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി എടുത്ത നിലപാടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പിറന്നാൾ BJP വലിയ ആഘോഷമാക്കുകയാണ്. ആ ആഘോഷങ്ങളിൽ സേവനങ്ങൾക്കാണ് പ്രഥമ പരിഗണന. ഇത്തവണയും അതിന് മാറ്റമില്ല. സാധാരണക്കാർക്ക് കൂടുതൽ സഹായങ്ങളും പിന്തുണയും ഉറപ്പാക്കുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് BJP സർക്കാരുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. നിശ്ചയദാർഢ്യത്തിന്റെ ആൾരൂപമായല്ലാതെ എതിരാളികൾക്ക് പോലും കാണാനാകാത്ത പ്രകടനം നടത്തിയ വ്യക്തിത്വം ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക പദവിയിൽ 75-ാം പിറന്നാളിൽ എത്തി നിൽക്കുന്നു. ആശംസകൾ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
മോദിയെ ഫോണിൽ വിളിച്ചാണ് ട്രംപ് ആശംസകൾ അറിയിച്ചത്. ട്രംപിൻ്റെ ഊഷ്മളമായ ആശംസകൾക്ക് നന്ദി അറിയിച്ച മോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും പറഞ്ഞു. യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ആഗ്രഹവും പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകളുമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. 75ാം ജന്മദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും അമ്മ നേർന്നു. വികസിത ഭാരതം പടുത്തുയർത്തുന്നതിലും ഭാരതത്തിൻ്റെ യശസ് ലോകമെങ്ങും ഉയർത്തുന്നതിലും മോദി വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. ഏറെക്കാലം ഭാരതത്തെയും ജനതയെയും ലോകത്തെയും സേവിക്കാൻ മോദിക്ക് കഴിയട്ടെ എന്നും അമ്മ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മ അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേരുന്നു. എല്ലാ രംഗത്തും മുന്നോട്ട് കുതിക്കുന്ന വികസിത ഭാരതം പടുത്തുയർത്തുന്നതിലും ഭാരതത്തിന്റെ യശസ് ലോകമെങ്ങും ഉയർത്തുന്നതിലും ശ്രീ മോദിജി വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. തുടർന്ന് ഏറെക്കാലം ഭാരതത്തെയും ഭാരത ജനതയെയും ലോകത്തെയും സേവിക്കാൻ മോദിജി കഴിയട്ടെ എന്ന് പരമാത്മാവിൽ സമർപ്പിക്കുന്നു. കൃപ മോദിജി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ അറിയിച്ചു. പ്രതികരണങ്ങളിലേക്ക്. It is a great pleasure to wish Prime Minister Modi a happy 75th birthday. In these uncertain times, we all need good friends, and Modi ji has always been a good friend to me and to Britain. I'm delighted to see UK-India ties going from strength to strength. I know we both enjoyed the recent England-India Test series, a reminder of how many things our two countries share. As someone from a British Indian family, this relationship will always have a special place in my heart. हमारे प्रधानमंत्री श्री नरेंद्र मोदी जी की 75वीं सालगिरह के मौके पर उन्हें ढेर सारी शुभकामनाएं. विशिंग यू अ वेरी हैप्पी बर्थडे सर. हमारे देश के विकास के लिए जो आपने योगदान दिए हैं वो हमेशा याद किए जाएंगे और इस खुशी के मौके पर हमारी ये प्रार्थना है ऊपर वाले से कि आपको वो लंबी आयु दे. हमारी ये भी प्रार्थना है कि ऊपर वाला आपको हमेशा शक्ति दे कि आप भारत को हमेशा आगे ले जाएं, उन्नति की ओर ले जाएं, प्रगति की ओर ले जाएं. विशिंग यू अ वेरी हैप्पी बर्थडे ऑनरेबल प्राइम मिनिस्टर नरेंद्र मोदी जी. आपको जन्मदिन की ढेर सारी शुभकामनाएं. May your leadership continue to shape the future of our great nation and lead us toward even more progress. आपकी सेहत, शक्ति और सफलता सदा बनी रहे. Heartfelt wishes for a very happy birthday. Your extraordinary journey, unwavering dedication, and clarity of vision continue to inspire millions, including me. May you be blessed with good health, strength, and many more years of graceful leadership in service of our great nation. आज आदरणीय प्रधानमंत्री श्री नरेंद्र मोदी जी के 75वें जन्म दिवस पर मैं उनको अपनी हार्दिक शुभकामनाएं देता हूँ. और आपका जो सफ़र रहा है, जर्नी रही है, जो आपकी कहानी है एक छोटे से शहर से लेकर ग्लोबल स्टेज तक, वो बहुत ही ज़्यादा इंस्पायरिंग है. इस कहानी में आपका डिसिप्लिन, आपकी मेहनत और अपने देश के प्रति डेडिकेशन दिखाई पड़ता है. Here's wishing our Honorable Prime Minister Shri Narendra Modi ji a very, very, very happy birthday. Every interaction that I've had the privilege of having with him has been nothing short of inspiring. He's been someone who has taken personal interest in each individual's life. To me, something that personal really touched my heart. भारत के प्रधानमंत्री श्री नरेंद्र मोदी जी को उनके 75वें जन्मदिवस पर बहुत बहुत शुभकामनाएं. सन तो याद नहीं है, ये ज़रूर है कि गुजरात में अहमदाबाद में हुई थी और उस समय इनकी चर्चा बहुत ज़ोरों से थी कि ऐसे एक चीफ मिनिस्टर आए हैं जो एक दिन में पूरा अपना काम फाइल बंद करा देते हैं, काम ख़त्म होने की, कि ये परमिशन मिलेगी, ऐसे मिलेगी. तो शायद वो एक नया सोच थी. हम Modi ji has done for sports in India is obviously words of encouragement and always encouraging the players to do better, to win, but always saying that whether you win or lose, he's always standing beside you. The most surprise moment, I wouldn't say it was a surprise, but as I said, being humble
and just words of encouragement was very comforting for me. So Modi. 75ാം പിറന്നാൾ ദിനത്തിൽ വനിതകൾക്ക് കൂടുതൽ പദ്ധതികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യ പോഷകാഹാര രംഗത്തേക്കുള്ള പുതിയ പദ്ധതികൾ മധ്യപ്രദേശിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. സ്വസ്ഥ നാരി ശക്തി പരിവാർ പദ്ധതിക്ക് പ്രധാനമന്ത്രി 12 മണിക്ക് തുടക്കം കുറിക്കും. ഇന്നു മുതൽ ഒക്ടോബർ 2 വരെ രാജ്യവ്യാപകമായി വിവിധ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട്. വാർത്തകൾ തുടരുന്നു. മട്ടുപ്പാവ് ജൈവ പച്ചക്കറികളുടെ കലവറയാക്കി മാറ്റി കോഴിക്കോടുകാരൻ. ചെറുവണ്ണൂർ സ്വദേശി ചന്ദ്രൻ ചാലിയത്ത് ആണ് ടെറസിൽ വൈവിധ്യമാർന്ന പച്ചക്കറി കൃഷി വിളയിച്ച് വിജയം കൊയ്തത്. കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നടത്തിയ ചെറിയൊരു പരീക്ഷണമാണ് നേട്ടങ്ങൾക്ക് പിന്നിൽ. കൃഷിയോടുള്ള ഇഷ്ടവും അതിൽ പുതുമ തേടിയുള്ള തിരച്ചിലുമിടയിലാണ് ചെറുവണ്ണൂർ സ്വദേശി ചന്ദ്രൻ ചാലിയകത്ത് ടെറസിൽ വിവിധ ഇനം പച്ചക്കറികൾ വിളയിച്ചത്. ഉള്ളി, പുതിന, മല്ലി, പയർ, വെണ്ട, വിവിധ ഇനം വഴുതനങ്ങ, തക്കാളി, കാരറ്റ്, റാഡിഷ്, കോളിഫ്ലവർ, പച്ചമുളക് എന്നിങ്ങനെ നീളുന്നു പച്ചക്കറി ഇനങ്ങൾ. വിത്തില്ലാതെ തന്നെ തക്കാളി തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് തക്കാളി കട്ട് ചെയ്ത് കണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലേറ്റം ഒരാഴ്ച ഇട്ട് വെച്ചാൽ മതി. അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വേര് വരും. അതുപോലെ തന്നെ കോളിഫ്ലവറും കാബേജും നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് എല്ലാവരും ആ മൂട് ഒഴിവാക്കുക ചെയ്യുക. ഞാൻ എന്ത് ചെയ്യും, ആ മൂടിന് വീണ്ടും നനച്ചു കൊടുക്കും. അപ്പോൾ 2 ആഴ്ച കൊണ്ട് ഇതിൻ്റെ വേര് പിടിച്ചുകൊണ്ട് നല്ല ഗ്രോത്തിൽ അവിടെ കിടക്കും. ബഡ്ഡിംഗ് ചെയ്ത തൈകളായതുകൊണ്ട് തന്നെ തക്കാളിയും വഴുതനങ്ങയും മുളകുമെല്ലാം ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുമെന്നതാണ് ഇവയുടെ പ്രത്യേകത. റോഡ് വക്കിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും ചുണ്ട. ഈ ചുണ്ട ഉപയോഗിച്ചുകൊണ്ട് ചുണ്ടയിൽ തക്കാളിയും വഴുതിനയും തക്കാളിയും മുളകും പാടെ ഗ്രാഫ്റ്റ് ചെയ്യുക. അങ്ങനെ നല്ല ഗ്രോത്ത് ആയിരിക്കും. നമ്മൾ ഒരു ദിവസം നനച്ചില്ല ചില വലിയ പ്രശ്നം വരില്ല. ജൈവവളം മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കുറച്ച് ചാണകമിട്ട് പിന്നെ കടലപ്പിണ്ണാക്കിട്ട് വേപ്പുമിണ്ണാക്കിട്ട് വീണ്ടും ചാണകം കടലപ്പിണ്ണാക്ക് വേപ്പുമിണ്ണാക്ക് അങ്ങനെ ആ പാത്രത്തിൻ്റെ ഒരു ലെവലിൽ അത് പൊങ്ങി നിന്നിട്ടുണ്ടാവും. ആ ലെവലിൽ മാത്രം അന്ന് വെള്ളം ഒഴിച്ചിടുക. പിന്നെ ഓരോ ദിവസവും വെള്ളം ഒഴിച്ച് കണ്ട് ഇളക്കുക, നല്ല ഇളക്കുക. അപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ടാവും. ആ സാധനം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കപ്പ് ഇത് ഒഴിച്ചു കൊടുത്താൽ ഒരു 10 കപ്പെങ്കിലും വെള്ളം നേർപ്പിച്ചിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ഗ്രോത്തായി നമ്മൾ ഒഴിച്ച് 2-3 ദിവസം കൊണ്ട് അതിൻ്റെ വളർച്ച നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 2007 ചന്ദ്രൻ പരീക്ഷണം എന്ന നിലയ്ക്ക് വീടിന് മുകളിലെ ടെറസിൽ കൃഷി ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെയാണ് ചന്ദ്രൻ ഇവയെ പരിപാലിച്ചു പോകുന്നത്. കർഷക സംഘം ചെറുവണ്ണൂർ മേഖല പ്രസിഡന്റ് കൂടിയായ ചന്ദ്രൻ ചാലിയകത്ത് നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം നഗരസഭയിലെ പട്ടികജാതി വ്യവസായ വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ രംഗത്ത്. SCP ഫണ്ടിൽ നിന്നും 11.40 കോടി രൂപയാണ് തട്ടിപ്പ് നടത്തിയത്. അതിൽ 1,47,00,000 രൂപ തട്ടിപ്പിൻ്റെ പേരിൽ 14 പേർക്കെതിരെ മാത്രമാണ് വിജിലൻസ് കേസെടുത്തതെന്നും പരാതിക്കാരനായ BJP പട്ടികജാതി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് പേരൂർക്കട രവി ആരോപിക്കുന്നു. 5 പേരടങ്ങുന്ന പട്ടികജാതി വനിതാ വ്യവസായ ഗ്രൂപ്പിന് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് തിരുവനന്തപുരം നഗരസഭയിലെ 350ഓളം യൂണിറ്റുകൾക്ക് ലോൺ കൊടുക്കാതെ ഒരു യൂണിറ്റിന് 3 ലക്ഷം രൂപ വെച്ച് സഹകരണ സംഘങ്ങൾ വഴി സബ്സിഡി മാത്രം നൽകി 11,40,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് നഗരസഭാ ഓഡിറ്റ് വിഭാഗവും വിജിലൻസും കണ്ടെത്തിയത്. ഇടനിലക്കാർ വഴി നഗരസഭയിലെയും വ്യവസായ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ഈ തട്ടിപ്പെന്നും വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് വിജിലൻസ് 1,47,00,000 രൂപയുടെ തട്ടിപ്പിന്റെ പേരിലാണ് 14 പേരെ പ്രതി ചേർത്ത് FIR തയ്യാറാക്കി വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൽ 2 ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച സാഹചര്യത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. കുറച്ചുപേരെ പ്രതി ചേർത്ത് പിടിച്ചത് 1,47,00,000 രൂപയുടെ പേരിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി 10 കോടി രൂപയുടെ വിവരം ആര് കണ്ടുപിടിക്കും? അപ്പോൾ ഈ കേസിനെ വിജിലൻസ് അട്ടിമറിച്ചിരിക്കുന്നു. വിജിലൻസ് കയ്യിൽ നിന്ന് തെറിച്ചുപോയി. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാൻ നിർബന്ധമായത് അതുകൊണ്ടാണ്. സബ്സിഡി തുകകൾ നാഷണൽ ബാങ്കുകൾ വഴി മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന നിയമം അട്ടിമറിച്ചാണ് സഹകരണ സംഘങ്ങൾ വഴി സബ്സിഡി തുക തട്ടിയെടുത്തത്. കേന്ദ്ര സർക്കാരിൽ നിന്നും പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് അനുവദിച്ച ഫണ്ട് ഇടനിലക്കാർ വഴി തട്ടിയെടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടരുന്നതെന്നും പരാതിക്കാരനായ പേരൂർക്കട രവി ആരോപിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോട്ടറിക്ക് 40% GST ഏർപ്പെടുത്തുവാനുള്ള നീക്കം ലോട്ടറി വ്യവസായ മേഖലയെ തകർക്കുമെന്ന് കേരള ലോട്ടറി സംരക്ഷണ സമിതി. ഏറ്റവും സാധാരണക്കാരനായ നിരവധി ആൾക്കാരുടെ വരുമാന മാർഗമാണ് ലോട്ടറി വ്യവസായം. 8 വർഷത്തിനിടയിൽ
മറ്റൊരു മേഖലയിലും ഏർപ്പെടുത്താത്ത GST നിരക്ക് വർധനവ് ലോട്ടറിക്ക് ചുമത്തുവാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും കേരള ലോട്ടറി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. നിലവിൽ ലോട്ടറിയുടെ GST 28%. അത് 40% വർദ്ധിപ്പിക്കുന്നത് കേരള ലോട്ടറിയെ തകർക്കുമെന്നാണ് ലോട്ടറി സംരക്ഷണ സമിതിയുടെ ആരോപണം. തൊഴിലാളികളുടെ വരുമാനത്തെയും ഇത് സാരമായി ബാധിക്കും. ഭിന്നശേഷിക്കാരും പ്രായമായവരും രോഗികളുമായ 2 ലക്ഷത്തോളം പേർ ഈ മേഖലയിൽ ഉപജീവനം നടത്തുന്നുണ്ട്. ക്ഷേമനിധി ബോർഡ് നടപ്പാക്കി വരുന്ന പെൻഷൻ, ബോണസ്, ചികിത്സാ ധനസഹായം, മരണാനന്തര കുടുംബസഹായം, വിദ്യാഭ്യാസ ധനസഹായം തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണത്തെ പോലും ഈ നികുതി വർധനവ് പ്രതികൂലമായി ബാധിക്കുമെന്നും സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടുന്നു. ഫലത്തിൽ ഭാഗ്യക്കുറി മേഖലയിലുള്ള ഭിന്നശേഷിക്കാരും തികച്ചും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ തലയ്ക്ക് ഒരു വലിയ അടിയേറ്റമാതിരിയാണ് ഈ 40% വന്നിരിക്കുന്നത്. 40% GST ഒരു ഉൽപ്പന്നത്തിന് ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. ഒരു ആഡംബര ഉൽപ്പന്നം എന്ന ഗണത്തിൽപ്പെടുത്തിയാണ് ലോട്ടറിക്ക് 40% ഈ നികുതി വർദ്ധിപ്പിച്ചിരുന്നത്. GST പ്രാബല്യത്തിൽ വന്ന 2017 12% ലോട്ടറിയുടെ GST. 2020 അത് 28% വർദ്ധിപ്പിച്ചു. GST നിലവിൽ വന്നത് മുതൽ ഇതുവരെ മറ്റൊരു മേഖലയിലും ഇത്തരമൊരു ഭീമമായ വർധനവ് ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. ലോട്ടറി മേഖലയെ തകർക്കുന്ന GST നിരക്ക് വർധനവിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് കേരള ലോട്ടറി സംരക്ഷണ സമിതി ജില്ലാ ആസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെൻട്രലിലെ ഗതാഗത കുരുക്ക് വർദ്ധിച്ചിട്ടും പരിഹാരം കാണാതെ പോലീസ്. 1 വർഷത്തിലധികമായി ഇവിടെ വാഹനങ്ങൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. 2 ഹോം ഗാർഡുകൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ജോലിക്കുണ്ടെങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ കിടക്കുന്ന കാഴ്ച കാണാം. ട്രാഫിക് നിയന്ത്രണത്തിന് അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ കൂടി ഇവിടേക്ക് ഡ്യൂട്ടിക്ക് നിയോഗിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും പരിഹാരം കാണാൻ സാധിക്കൂ. എന്നാൽ പോലീസ് ഇതിന് മെനക്കെടാറില്ല എന്ന് നാട്ടുകാർ പറയുന്നു. സിഗ്നൽ ലൈറ്റും ഹമ്പും സ്ഥാപിക്കണമെന്ന ആവശ്യം മുൻപേ ഉള്ളതാണ്. രാത്രികാലങ്ങളിൽ ഗുരുവായൂർ, തൃശൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനാണെന്നറിയാതെ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ നിരവധിയാണ്. ബസ്, ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ ഒഴികെ ചെറുവാഹനങ്ങളെ കാഞ്ഞാണി സെന്ററിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇടറോഡുകളിലൂടെ തിരിച്ചുവിട്ട ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കണമെന്ന നിർദ്ദേശവും വന്നിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസ് ഇല്ലാത്തതാണ് ഇവിടെ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാത്തതിന് കാരണമെന്നാണ് സ്ഥിരം പല്ലവി. ഗതാഗതം സുഗമമാക്കുന്നതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ജംഗ്ഷനിൽ നാലുംകൂടി ജംഗ്ഷനിൽ കാഞ്ഞാണി നാലുംകൂടി ജംഗ്ഷനിൽ ഏത് സമയത്തും ബ്ലോക്കാണ്. ചുരുങ്ങിയ പക്ഷെ ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റിങ്ങിൽ അവിടെ വെച്ച് ഇത് നിയന്ത്രിക്കുകയാണെങ്കിൽ ഇത്ര ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. കാഞ്ഞാണി സെന്ററിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ 4 ഭാഗത്തേക്കുള്ള റോഡിൽ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യവുമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ചിന്നക്കനാൽ പവർ ഹൗസ് റോഡിന് ശാപമോക്ഷമില്ല. ദേശീയപാതയിൽ ചിന്നക്കനാലിലേക്ക് തുടങ്ങുന്ന 2 കിലോമീറ്റർ റോഡാണ് കാൽനട യാത്ര പോലും കഴിയാത്ത വിധം തകർന്നു കിടക്കുന്നത്. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് മൂന്നാർ ചിന്നക്കനാലിലേക്ക് എത്തുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പവർ ഹൗസിൽ നിന്ന് തിരിഞ്ഞ് ചിന്നക്കനാലിലേക്കുള്ള റോഡിലേക്ക് കയറിയാൽ 2 കിലോമീറ്റർ ദൂരം താണ്ടണമെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂർ വേണ്ടിവരും. ഇവിടെ റോഡ് ഉണ്ടെന്ന് പോലും പറയാൻ കഴിയില്ല. ചിന്നക്കനാൽ നിവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ചെളിക്കുണ്ടായി മാറിയ കുഴിയിൽ വാഴനട്ടും വെള്ളക്കെട്ടിൽ വള്ളമിറക്കിയുമൊക്കെ നാട്ടുകാർ പല സമരമുറകൾ പരീക്ഷിച്ചു. എന്നിട്ടും അധികൃതർ ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല. எல்லா பார்ட்டிக்காரங்களும் இதில் வந்து சமரம் பண்ணுறாங்க. அதுக்கடுத்து ரோடு அப்படியே தான் கடந்து போகுது. இந்த ரோடு இதுவரைக்கும் சரியாக பண்ண மாட்டேங்க. 2 கிலோமீட்டர் சரியாக பண்ணுறதில்ல இதுவரைக்கும். எல்லாம் எத்தனையோ பார்ட்டி வந்து இதில் வந்து வாழை மரம்லாம் நட்டு வச்சுட்டு போனாங்க. எல்லாம் அப்படியே தான் இருக்குது. ஆஸ்பத்திரிக்கு போகிறனா ரொம்ப சிரமப்பட்டு தான் இதில் போகணும். இந்த ரோடு பார்த்தீங்களா எவ்வளோ எப்படி இருக்குன்னு. ரொம்ப கஷ்டப்பட்டு தான் இந்த ரோட்டில் போகணும். அதுவும் 2 வீலர்காரங்க இதில் உளுந்து எஞ்சி தான் போகிறது. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പുറം ലോകവുമായി ബന്ധപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർ നേരിടുന്നത്. ഈ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. അമൃത ന്യൂസ്, ഇടുക്കി. ലഹരി മാഫിയയ്ക്കെതിരെ പരാതി നൽകിയതിന്റെ വിരോധത്തിൽ യുവാവിന്റെ വ്യാപാര സ്ഥാപനവും പിക്കപ്പ് വാനും തീയിട്ട് നശിപ്പിച്ചതായി പരാതി. മൂവാറ്റുപുഴ ആനിക്കാട് സ്വദേശി ഷാകുൽ ഷിനാജിന്റെ കടയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രാദേശിക CPI നേതൃത്വം പോലീസിൽ പരാതി നൽകി.
മൂവാറ്റുപുഴ ആനിക്കാട് ചിറപ്പടിയിൽ തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവമുണ്ടായത്. പൊതുപ്രവർത്തകൻ കൂടിയായ ഷാഹുൽ ഷിനോജിന്റെ വ്യാപാര സ്ഥാപനത്തിലുണ്ടായിരുന്ന കടലാസുകളും സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനും കത്തി നശിച്ചിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയതിലുള്ള വിരോധം മൂലം ലഹരി സംഘം നടത്തിയ ആക്രമണമാണെന്നാണ് CPI നേതാക്കൾ ആരോപിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും 10-16 ദിവസമായിട്ടും ഒരു പ്രതി വളരെ ധൈര്യപൂർവ്വം നടക്കുന്നത് ആരുടെ സപ്പോർട്ടോടു കൂടിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ഇക്കഴിഞ്ഞ 30-ാം തീയതി ഷിനോജിന് നേരെ പ്രദേശത്തെ ലഹരി സംഘങ്ങൾ ആക്രമണം നടത്തിയിരുന്നു. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് അന്ന് തന്നെ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിന് കാരണമെന്ന് CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ പറഞ്ഞു. വ്യാപാര ആവശ്യവുമായി ഷിനോജ് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയ സമയത്താണ് ലഹരി സംഘത്തിന്റെ അതിക്രമം ഉണ്ടായത്. അമൃത ന്യൂസ്, കൊച്ചി. ഹൃദയമിടിപ്പ് നിലച്ച് 30 ആണ്ട് പിന്നിടുമ്പോഴും പത്തനംതിട്ട ചിറ്റാർ ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകളിലൂടെ മറ്റൊരാൾ ഈ ലോകം കാണുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ആദ്യ അവയവദാനത്തിന് 30 വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണകളിൽ അഭിമാനിക്കുകയാണ് കുടുംബം. പത്തനംതിട്ട ജില്ലയിലെ ആദ്യ നേത്രദാതാവാണ് മനുഷ്യസ്നേഹിയും പ്രശസ്ത വിഷവൈദ്യനുമായിരുന്ന ചിറ്റാർ ശ്രീധരൻ വൈദ്യർ. കവിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യൻ കൂടിയായിരുന്നു. 1995 സെപ്റ്റംബർ 16 പുലർച്ചെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മരിക്കുന്നതിന് 1.5 വർഷം മുൻപ് തൻ്റെ മരണശേഷം നേത്രങ്ങൾ ദാനം ചെയ്യുന്നതിനും ശരീരം മെഡിക്കൽ കോളേജിന് നൽകുന്നതിനും പ്രതിഫലം വാങ്ങാതെ ആതുര സേവനം നടത്തിയ മനുഷ്യസ്നേഹിയായ വൈദ്യൻ സമ്മതപത്രം നൽകിയിരുന്നു. ഈ വിവരം കുടുംബത്തെ അറിയിച്ചപ്പോൾ നേത്രങ്ങൾ ദാനം ചെയ്യാമെന്നും എന്നാൽ ശരീരം വിട്ടു നൽകുന്നതിൽ യോജിക്കുന്നില്ലെന്നും കുടുംബാംഗങ്ങൾ നിലപാടെടുക്കുകയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി തഹസീൽദാരായി റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച മകൻ ചിറ്റാർ മോഹനൻ പറഞ്ഞു. അച്ഛന് നേത്രദാനം നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ സമ്മതപത്രം കൊടുത്തിരുന്നു. നമ്മുടെ ജില്ലാ ആശുപത്രിയിലാണ് രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് രജിസ്റ്റർ ചെയ്ത് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ ബോഡി ഉൾപ്പെടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ അതിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒരു 1.5 വർഷത്തിന് ശേഷമാണ് അച്ഛൻ ഹൃദയാഘാതം മൂലം മരണമടയുന്നത്. അക്കാലത്ത് നേത്രപടലം മാത്രം എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പത്തനംതിട്ടയിൽ ഇല്ലാതിരുന്നതിനാൽ കോട്ടയത്തു നിന്നും ഡോക്ടർമാരെത്തി നേത്രഗോളങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകൾ വെളിച്ചം നൽകിയ 2 പേരിൽ ഒരാൾ സമീപകാലത്ത് മരണപ്പെട്ടു. ഒരാൾ ഇന്നും ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകളിലൂടെ ലോകം കാണുന്നു. അന്നത്തെ ഒരു സമയത്ത് കുറേയധികം എതിർപ്പുകൾ ഞങ്ങളുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. അച്ഛൻ്റെ ഈ ഒരു വലിയ ആഗ്രഹം നിറവേറ്റണം എന്ന് ഞാനും എൻ്റെ സഹോദരി ശ്രീദേവിയും എൻ്റെ ഭാര്യ ഷീലയും ഒക്കെ തന്നെ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു മഹാദാനം നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ശ്രീധരൻ വൈദ്യരുടെ പാത പിന്തുടർന്ന് മക്കളും പ്രായപൂർത്തിയായ ചെറുമക്കളും അവയവദാനത്തിന് സമ്മതപത്രം നൽകിയിട്ടുണ്ട്. അവയവദാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ പിതാവ് ശ്രീധരൻ വൈദ്യരുടെ സ്മരണകളിൽ ഏറെ അഭിമാനമാണ് കുടുംബത്തിനുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ജീവിത വിജയം കൈവരിക്കാൻ ചെറുതും വലുതുമായ ഒരുപാട് ഘടകങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ആവശ്യമാണ്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അത് കണ്ടെത്തി കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് അമൃത ന്യൂസിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെൻറ്റിലൂടെ. പ്രശസ്ത ക്രിക്കറ്റ് കമൻറ്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് എസ് പിള്ളയാണ് ഗെയിം ചേഞ്ചറിൻ്റെ അവതാരകൻ. ഒരാളുടെ കഴിവുകൾ അളക്കേണ്ട മാനദണ്ഡം എന്താണ്? പ്രത്യക്ഷമായി നമ്മൾ കാണുന്നതിൽ ഒതുങ്ങുന്നത് മാത്രമാണോ അത്? ശ്രീദത്ത് പിള്ള എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഇത് എൻ്റെ ഒരു സഹപാഠിയുള്ള സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഒരാളുടെ കഥയാണ്. വളരെ മോശം സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ മോശം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ അന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഈ മാർക്സ് ആണ് മാനദണ്ഡം. ഇപ്പം സ്റ്റുഡൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും A, B, C. അതായത് C ആണ് ഏറ്റവും മോശം. ആ C ലിസ്റ്റിൽ ഏറ്റവും അവസാനം വരുന്ന പേരുകളിലൊന്നാണ് അവൻ്റെ. ടീച്ചർമാർക്ക് നല്ല അഭിപ്രായമില്ലായിരുന്നു. പലപ്പോഴും അവൻ്റെ മാതാപിതാക്കൾ വരുമ്പോൾ ടീച്ചർമാർ വളരെ മോശമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ കൂടെ പഠിച്ചിരുന്നവർക്ക് പോലും ക്ലാസ്മേറ്റ്സിന് പോലും അവനെപ്പറ്റി അത്ര നല്ലൊരു അഭിപ്രായമല്ലായിരുന്നു. ഇൻ ദ സെൻസ് വേറൊന്നുമല്ല, പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു. ഇപ്പം ഞാൻ പോലും അവനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യമാണ്, അതായത് ഒരു സിനിമ കാണും അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കും,
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് എഫക്റ്റ് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സൗണ്ടിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് കൊള്ളാം, അതിൻ്റെ സൗണ്ട് എഞ്ചിനീയർ നന്നായിരുന്നു, അല്ലെ അത് കൊള്ളില്ല. നമുക്കിത് കുറേ നേരം കേൾക്കുമ്പോൾ ബോറടിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിരുന്നു അവനൊരു വലിയൊരു പരാജയമാകാൻ പോവാന്ന്. ആ പരാജയം അല്ലെങ്കിൽ ആ C ഗ്രേഡ് സ്റ്റുഡൻറ്റ് ഇന്ന് എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള സൗണ്ട് എഞ്ചിനീയേഴ്സിൽ ഒരാളാണ്. വളരെ പ്രശസ്തരായ ആൾക്കാരുമായി റെക്കോർഡ് ചെയ്യുന്നു. ഗ്രേറ്റ് ഫിനാൻഷ്യൽ കൈൻഡ് ഓഫ് എ മസിൽ ഹി ഹാസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇന്ത്യയിലെ തന്നെ മഹാനഗരങ്ങളിൽ ഒന്നിൽ ഒരു വലിയ ഫ്ലാറ്റ്. സാധാരണ നമ്മൾ സക്സസ്ഫുൾ എന്ന് പറയുന്നതിന് ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെയാണ്. അതിലെന്താണോ അതിൽ കൂടുതൽ അവനുണ്ട്. അപ്പോൾ ആർക്കാണ് തെറ്റുപറ്റിയത്? അവനായിരുന്നു അന്ന്, അതോ അവനെ അറിയുന്നതിൽ ഞങ്ങൾക്കായിരുന്നു, അല്ലെ നമുക്കായിരുന്നു? എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും നമ്മളുടെ മാനദണ്ഡമുള്ളൂ. ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ആളല്ല, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളാണ്. പക്ഷേ കേരളത്തിൽ ഫ്രീക്വൻ്റായിട്ട് വരുമ്പോഴെല്ലാം ഞാൻ കാണുന്നൊരു കാര്യം, പലപ്പോഴും വലിയൊരു ഫ്ലക്സ് വെച്ചിരിക്കുന്ന ആളാണ്, ഒരു ബോർഡ് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി? നോക്കുമ്പോൾ A+ കരസ്ഥമാക്കി എന്നുള്ളതാണ്. യെസ്, ഗുഡ്. ഐ മീൻ മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് അത്ര കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ സ്റ്റുഡൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന മാർക്സിൻ്റെ പേരിൽ മാത്രമാണ്. ഈ A+ വാങ്ങിക്കുന്ന കുട്ടികളൊക്കെ പിന്നീട് എന്ത് ചെയ്യുന്നു എന്നുകൂടെ അറിഞ്ഞാൽ കൊള്ളാം. ശരിയല്ലേ? നമ്മൾ കഴിവ്, ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ കഴിവ് അളക്കുന്ന മാനദണ്ഡം അത് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ദ്രാവിഡ് പറഞ്ഞൊരു കാര്യമാണ് മനസ്സിലേക്ക് വരുന്നത്. രാഹുൽ ദ്രാവിഡ് പറഞ്ഞു, ടാലൻ്റ് എന്നുള്ള കാര്യം പറയുമ്പോൾ രാഹുൽ ദ്രാവിഡ് പറഞ്ഞു, സ്വയം വിനോദ് കാംബ്ലിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിനോദ് കാംബ്ലിയെ കാണുമ്പോൾ എല്ലാവരും പറയും, ഓ വാട്ട് എ ടാലൻറ്റ്. ഈ ടാലൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു ബാറ്റ്സ്മാൻ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് പന്ത് അടിച്ചകറ്റുന്ന ആ ഒരു ടൈമിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവിനാണ് ടാലൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ വേറെ ടാലൻറ്റുകൾ ഒരുപാടുണ്ട് അല്ലേ? അതായത് സ്വയം ഡിസിപ്ലിൻഡ് ആകുക, അല്ലെങ്കിൽ സ്വയം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ സീനിയർ കളിക്കാരും ജൂനിയർ കളിക്കാരും കോച്ചസും ഒക്കെയുള്ള നല്ല ബന്ധം, മീഡിയമായിട്ട് നല്ല ബന്ധം, ഇതെല്ലാം ടാലൻറ്റിൽ പെടുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പിഴച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ ആ ഒരു വിജയത്തെ അത് ബാധിക്കും. പക്ഷെ നമ്മളുടെ ടാലൻ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇത് മാത്രമാണ്. നമ്മൾ അതിന് മാറേണ്ട ഒരു സമയമായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് അവർ വേറൊരു രീതിയിലാകുന്നത്? ബാക്കിയുള്ള കുട്ടികൾ പല സബ്ജക്ട്സും പഠിച്ച് പലതിലും മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കി. ഒരു കാര്യം ഞാൻ പറയട്ടെ, അക്കാഡമിക് അല്ല സ്കോളാസ്റ്റിക് റെക്കോർഡ് അല്ലെങ്കിൽ ബ്രില്യൻസ് മോശമാണെന്നല്ലത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മൾ ഇത് പഠിച്ചു അത് പഠിച്ചു എല്ലാം പഠിച്ചു ഫൈനലി നമ്മൾ എന്ത് കോഴ്സ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ ഈ ആൾക്കാർ പലപ്പോഴും അവർ വളരെ ഫോക്കസ്ഡാണ് ചെറിയ പ്രായത്തിൽ തന്നെ. അവർക്കറിയാം എന്താ വേണ്ടത്, അവർ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു, ആ രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു, അതിൽ എക്സ്പേർട്സ് ആവുന്നു. ഒരു തമാശയ്ക്ക് പറയും, ഈ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കരായിട്ട് പഠിച്ചുകൊണ്ട് വരുന്നവരൊക്കെ പിന്നീട് ജോലിക്കാരാവും. അവർക്ക് ജോലി കൊടുക്കുന്നതോ ഈ ഉഴപ്പി നടക്കുന്നവരായിരിക്കും. അത് തമാശയാണ്, പക്ഷേ അതിലൊരു കാര്യമുണ്ട്. മേ ബി ഇറ്റ്സ് ഹൈ ടൈം വി ടുക്ക് എ ലുക്ക് അറ്റ് ടാലൻറ്റ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ. അങ്ങനെ ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെയാണ് തുടങ്ങുന്നത്. വീട്ടിൽ പലപ്പോഴും നമ്മൾ അച്ഛനും അമ്മയും ഒരു കുട്ടിയുടെ ശരിയായുള്ള ഇറ്റ്സ് എ പാർട്ട് ഓഫ് പാരൻറ്റിങ്, ശരിയായ കഴിവ് ഏത് ദിശയിലാണെന്ന് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു കൂടുതൽ എൻകറേജ്മെൻറ്റ്, കൂടുതൽ പ്രോത്സാഹനം, സപ്പോർട്ട് കൊടുത്താൽ അത് വളരെ നന്നായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ മേ ബി അടുത്ത സ്റ്റീവ് ജോബ്സ് അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ ശങ്കർ മഹാദേവൻ നമ്മുടെ ഫാമിലിയിൽ നിന്നോ നമ്മുടെ നെയ്ബർഹുഡിൽ നിന്നോ നമ്മുടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ആവാം. അങ്ങനെ ആവട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇനി ബിസിനസ് വിശേഷങ്ങളിലേക്കാണ്. സംസ്ഥാനത്ത് സ്ത്രീകളിലെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ഇനി സ്ത്രീ ക്ലിനിക്കുകളും. 2026 മാർച്ച് 8 വനിതാ ദിനം വരെയുള്ള സ്ത്രീ ക്യാമ്പയിൻ്റെ ഭാഗമാണിത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒട്ടേറെ സേവനങ്ങളാണ് ലഭ്യമാക്കുക. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ക്ലിനിക്കുകൾ, അയൽക്കൂട്ട സ്ക്രീനിംഗ് ക്യാമ്പുകൾ, വിദഗ്ധ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ എന്നിവ ഒരുക്കുന്നതാണ് സ്ത്രീ ക്യാമ്പയിനുകൾ. കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ശ്രദ്ധിക്കുന്നതിനിടയിൽ സ്വന്തം ആരോഗ്യത്തെ മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് സ്ത്രീ ക്യാമ്പയിൻ എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സ്ത്രീകളുടെ ആരോഗ്യത്തിലൂടെ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ആരോഗ്യം, സമൂഹത്തിന്റെ ആരോഗ്യം, സ്ത്രീകളുടെ ആരോഗ്യം നാടിന്റെ കരുത്ത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നിരവധി സ്ത്രീകൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സിന്ധു കൃഷ്ണൻ പറഞ്ഞു. സ്ത്രീകൾക്കുണ്ടാവുന്ന എല്ലാ അസുഖങ്ങൾക്കും വേണ്ടിയുള്ള ചികിത്സകൾ നമ്മുടെ എല്ലാ UPSCകളിലും FHCകളിലും കിട്ടുന്നതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു നല്ല ചികിത്സാ രീതി.
ക്ലിനിക്കുകളിൽ സ്ത്രീകളുടെ വിളർച്ചാ പരിശോധന, പ്രമേഹ, രക്തസമ്മർദ്ദ പരിശോധനകൾ, വായിലെ ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ ഉൾപ്പെടെ 10 തരം പരിശോധനകൾ, ഗർഭിണികൾക്കുള്ള ഫോളിക് ആസിഡ്, അയൺ, കാൽസ്യം ഗുളികകൾ ഉൾപ്പെടെ 36 തരം മരുന്നുകൾ, കുഞ്ഞുങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടങ്ങിയവ ലഭിക്കും. അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ചും സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനകൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ, ബോധവൽക്കരണം എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി ഒരു ആശ്വാസകരമായ നിലയിലേക്കാണ് പോകുന്നത്. ഈ ദിവസവും ആശ്വാസകരമായ അവസ്ഥയിലേക്ക് തന്നെ ആയിരിക്കുമോ വിപണി പോവുക? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ തുടരുന്ന നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വിൽപ്പനയുടെ തോത് കുറയുകയും ഇന്നലെ അവർ വിപണിയിലറ്റ നിക്ഷേപത്തിലുമായിരുന്നു. ഈ ഘടകങ്ങളെല്ലാം വിപണി മുന്നോട്ട് നയിക്കുമെന്നുള്ള പ്രേരണ നൽകുന്നതാണ്. മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് ഇനി 25,250 എന്ന നിലവാരമാണ് പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇന്നലെ വ്യാപാരത്തിനിടെ ആ നിലവാരത്തിന് മുകളിലേക്ക് നീങ്ങിയതുമാണ്. ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി വിപണിയിലെ ഓരോ ഉയർച്ചയിലും ഒരുപക്ഷെ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ അതും വരും ദിവസങ്ങളിലുള്ള ആ രീതിയിലുള്ള തിരുത്തലുകളും വിപണിയിലൊരു നിക്ഷേപ അവസാനം തന്നെയായിരിക്കും. എന്തായാലും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലും ഒപ്പം തന്നെ ഓട്ടോ IT മേഖലയിലും എല്ലാം ഉണ്ടായിട്ടുള്ള സമഗ്രമായ ഒരു നിക്ഷേപ താല്പര്യം വരും ദിവസങ്ങളിലും മറ്റ് മേഖലകളിലേക്കും ഒപ്പം തന്നെ വിപണിയുടെ മൊത്തത്തിലുള്ള ഒരു ഉയർച്ചയ്ക്കും കാരണമായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. US ഫെഡറൽ റിസർവിൻ്റെ പണനയ തീരുമാനമായിരിക്കും ആഗോളതലത്തിൽ വിപണിയെ സ്വാധീനിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇത്തവണ എന്തായാലും 4% നിരക്ക് കുറയ്ക്കൽ ഉണ്ടായേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വിപണിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ നിർണായകമായിരിക്കും. ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. 24,850 എന്ന നിലവാരമായിരിക്കും താഴേക്കുള്ള അടിസ്ഥാന നിലവാരമായി നിലനിൽക്കുക. ആ ഒരു നിലവാരത്തിലേക്ക് ഭേദിച്ച് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ മാത്രമേ ഹ്രസ്വകാലത്തേക്ക് വിൽപ്പന പ്രതീക്ഷിക്കേണ്ടത്. മറിച്ചാണെങ്കിൽ വിപണി മുന്നോട്ട് തന്നെ നീങ്ങുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കെ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകൾ. ഏഷ്യ കപ്പിൽ ഇന്ന് പാകിസ്ഥാൻ UAE നേരിടും. ഹസ്തദാന വിവാദങ്ങൾക്കിടയിലാണ് പാകിസ്ഥാൻ ഇന്ന് ഇറങ്ങുന്നത്. അതേസമയം മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് തന്നെ മത്സരം നിയന്ത്രിക്കും. മാച്ച് ഓഫീഷ്യൽസ് പാനലിൽ നിന്നും പൈക്രോഫ്റ്റിനെ നീക്കം ചെയ്യണമെന്ന PCBയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ICC തള്ളിയിരുന്നു. മാറ്റിയില്ല എങ്കിൽ ഏഷ്യ കപ്പിൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്നും പിന്മാറുമെന്ന് PCB മുന്നറിയിപ്പ് നൽകിയിരുന്നു. മത്സരത്തിൻ്റെ ടോസ് സമയത്ത് പാകിസ്ഥാൻ നായകന് ഹസ്തദാനം നൽകരുതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റനോട് മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് പറഞ്ഞിരുന്നുവെന്നായിരുന്നു പാകിസ്ഥാൻ്റെ ആരോപണം. അതേസമയം UAEക്കെതിരായ മത്സരത്തിന് മുന്നോടിയായി നടത്താനിരുന്ന പത്രസമ്മേളനം പാകിസ്ഥാൻ റദ്ദാക്കാനുള്ള കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് YouTube കാണുക.